എല്ലാവർക്കും നമസ്കാരം. ദിശ PSCയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. ഡിഗ്രി ലെവൽ എക്സാമിന് 10 മാർക്കിൻ്റെ ഏരിയയാണ് സയൻസ് ആൻഡ് ടെക്നോളജി. കുറച്ച് കൂടുതൽ പഠിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ്. നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് കയറാം. സയൻസ് ആൻഡ് ടെക്നോളജി എന്നാണ് നമ്മുടെ ടോപ്പിക്കിൻ്റെ പേര്. ഞാൻ പറഞ്ഞു 10 മാർക്കിനുള്ള ഏരിയ ആണ്. നന്നായിട്ട് പഠിച്ചു വെച്ചോളാം. കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ട് തോന്നും. റിപ്പീറ്റായിട്ട് വായിച്ച് പഠിച്ചാൽ മതി. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുവാണ് സയൻസ് ആൻഡ് ടെക്നോളജി. നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഇൻട്രൊഡക്ഷനായിട്ട് കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റുകൾ പരിചയപ്പെടുവാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു വകുപ്പാണ് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു വകുപ്പാണ് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് ആൻഡ് ടെക്നോളജി എന്നൊരു മിനിസ്ട്രി തന്നെ ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൂടിയുണ്ട് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് എന്നറിഞ്ഞിരിക്കുക. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്നതാണ് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയും സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പം മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്നതാണ്. അതുപോലെ തന്നെ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നതും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. നമുക്കിവിടെ പഠിക്കേണ്ട കാര്യം ഇങ്ങനെയാണ്. അവർ ചോദിക്കും ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നിട്ട് ഇത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പഠിച്ചു വെച്ചോളാം. മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏതൊക്കെയെന്ന് ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. നമുക്ക് അവിടെയാണ് അതിൽ നിന്നാണ് കൂടുതൽ പോയിന്റ്സ് പഠിക്കാനുള്ളത്. മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കൂട്ടത്തിൽ വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ കീഴിൽ വരുന്ന ആദ്യത്തെ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ആ മിനിസ്ട്രിയുടെ തന്നെ കീഴിൽ വരുന്ന അടുത്ത ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ഏത് മിനിസ്ട്രിയുടെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ വരുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. നമ്മുടെ അടുത്ത ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി ഏത് മിനിസ്ട്രിയുടെ കീഴിൽ എന്ന് ചോദിച്ചാലും മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി എന്ന് പറയും. അപ്പോൾ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട മിനിസ്ട്രിയാണ് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി. ഞാൻ പറഞ്ഞു മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടി പഠിച്ചു വെക്കുക. സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയും. സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റുകളും മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റുകളും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ 3 നമ്മൾ പഠിച്ചു. ഇനി വരുന്ന ഡിപ്പാർട്ട്മെന്റുകളെല്ലാം സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വരുന്നതാണ്, മിനിസ്ട്രിയുടെ കീഴിൽ വരുന്നത് അല്ല. ഇപ്പം നമ്മുടെ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ വരുന്ന ആദ്യത്തെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി. സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ വരുന്ന അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് നമുക്ക് സെക്കൻഡ് മോഡ്യൂളായിട്ട് പഠിക്കേണ്ടതാണ്. സ്പേസ് ടെക്നോളജി എന്ന് പറയും. സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സെക്കൻഡ് മോഡ്യൂൾ തന്നെ സ്പേസ് ടെക്നോളജിയാണ്. അവിടെ നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ഡീപ്പായിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് ഏത് ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വരുന്നു എന്ന് ചോദിച്ചാൽ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ വരുന്ന ഒരു വകുപ്പാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് എന്നറിഞ്ഞിരിക്കുക. അടുത്താമത്തെ ലാസ്റ്റ് ആണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓഷ്യൻ ഡെവലപ്മെന്റ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓഷ്യൻ ഡെവലപ്മെന്റ് ഏത് ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വരുന്നത് എന്നുകൂടി അറിഞ്ഞിരിക്കുക. സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ വരുന്ന മറ്റൊരു വകുപ്പാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓഷ്യൻ ഡെവലപ്മെന്റ്. ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നിട്ട് എന്തിന്റെ കീഴിൽ വരുന്നു എന്നറിഞ്ഞിരിക്കുക. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു മിനിസ്ട്രി എന്ന് പറയുന്നതാണ് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ വരുന്ന 3 വകുപ്പുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ്
ബയോടെക്നോളജി. സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓഷ്യൻ ഡെവലപ്മെന്റ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഏത് ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ വരുന്ന ഒരു വകുപ്പാണ് നമ്മൾ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി. ഇത്രയാണ് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി തന്നെ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയേണ്ടത്. ഇനി നമ്മൾ ടോപ്പിക്കിലോട്ട് കയറുവാണ്. ടോപ്പിക് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം പരിചയപ്പെടാനുള്ളത് ഈ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് കൂടി ഡിപ്പാർട്ട്മെന്റിൽ പഠിക്കാനുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, DST എന്നാണ് ഷോർട്ട് ഫോം. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. എന്നാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലവിൽ വന്നത് എന്നാണ്. പഠിച്ചു വെച്ചോളാം. എന്നാണ് നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ 1971 ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നൊരു 1971 ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നൊരു ഡിപ്പാർട്ട്മെന്റ് ഫോം ചെയ്യുന്നത്. എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് ചോദിച്ചാൽ പ്രൊമോട്ടിംഗ് ന്യൂ ഏരിയാസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. പുതിയ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഏരിയയൊക്കെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ പുറത്തോട്ട് കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ്. 1971 ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലവിൽ വരുന്നത്. പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ ഇതാണ്. പ്രൊമോട്ടിംഗ് ന്യൂ ഏരിയാസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് ആൻഡ് ടെക്നോളജിന്റെ പുതിയ ഏരിയാസിനെ പ്രൊമോട്ട് ചെയ്യുക എന്നതാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. നമുക്കിവിടെ ഈ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് പ്രോഗ്രാംസ് കുറച്ച് വരുന്നുണ്ട്. പ്രധാനപ്പെട്ട കുറച്ച് പ്രോഗ്രാംസ് ഏതാണെന്ന് ഇവിടെ പഠിക്കേണ്ടിയുണ്ട്. പ്രോഗ്രാംസിന്റെ അകത്ത് കയറി പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ വരുന്ന പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാം ഏതെന്ന് ചോദിച്ചാൽ ആ പ്രോഗ്രാമിന്റെ പേരാണ് ഇൻസ്പയർ പ്രോഗ്രാം എന്ന് പറയും. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഇവിടുന്ന് അബ്രിവേഷനും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ടഡ് ഇൻസ്പയർ പ്രോഗ്രാം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതി അല്ലെങ്കിൽ പ്രോഗ്രാമിന് പറയുന്ന പേരാണ് ഇൻസ്പയർ പ്രോഗ്രാം എന്ന് പറയും. റിപ്പീറ്റഡ് ആയിട്ട് സാധാരണ UPSC പരീക്ഷയ്ക്കാണ് ഇതിന്റെ അബ്രിവേഷൻ ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഈ ടോപ്പിക് UPSCക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു ടോപ്പിക് നമുക്കിപ്പോൾ PSCയിലോട്ട് ഇട്ടതാണ്. അപ്പം ഈ ഇൻസ്പയർ പ്രോഗ്രാമിന്റെ അബ്രിവേഷൻ ഒരുപാട് തവണ അവിടെയും ചോദിച്ചിട്ടുണ്ട്. നമുക്കും വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ഇൻസ്പയർ പ്രോഗ്രാമിന്റെ പൂർണ്ണരൂപം തന്നെയാണ്. ഇൻസ്പയറിന്റെ പൂർണ്ണരൂപം ചോദിച്ചാൽ ഇന്നൊവേഷൻ ഇൻ സയൻസ് പെർസ്യൂട്ട് ഫോർ ഇൻസ്പയർഡ് റിസർച്ച് എന്നാണ്. I for innovation, N for in, S for science, P for pursuit, I for inspired, RE for research. അതിന്റെ പൂർണ്ണരൂപം നന്നായിട്ട് പഠിച്ചു വെച്ചോളാം. ഇന്നൊവേഷൻ ഇൻ സയൻസ് പെർസ്യൂട്ട് ഫോർ ഇൻസ്പയർഡ് റിസർച്ച്. ഇന്നൊവേഷൻ ഇൻ സയൻസ് പെർസ്യൂട്ട് ഫോർ ഇൻസ്പയർഡ് റിസർച്ച് എന്നാണ് ഇൻസ്പയർ പ്രോഗ്രാമിന്റെ പൂർണ്ണരൂപം. അപ്പൊ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു പദ്ധതി അല്ലെങ്കിൽ പൂർണ്ണരൂപമാണ് ഇൻസ്പയർ പ്രോഗ്രാം എന്ന് പറയും. ഇൻസ്പയർ പ്രോഗ്രാമിന്റെ പൂർണ്ണരൂപം ഇന്നൊവേഷൻ ഇൻ സയൻസ് പെർസ്യൂട്ട് ഫോർ ഇൻസ്പയർഡ് റിസർച്ച് എന്നാണ്. എന്തിനാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇങ്ങനൊരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്തത് അല്ലെങ്കിൽ ആവിഷ്കരിച്ചത് എന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ്. അതായത് പഠിക്കുന്ന ആൾക്കാർക്ക് സഹായങ്ങൾ നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ഇതിന്റെ അകത്തികരി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻസ്പയർ പ്രോഗ്രാമിനെ കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. ഇൻസ്പയർ പ്രോഗ്രാമിൽ വരുന്ന പ്രധാനപ്പെട്ട കീ പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻസ്പയർ പ്രോഗ്രാം ഞാൻ പറഞ്ഞു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇൻസ്പയർ പ്രോഗ്രാം ഏത് ഏജ് ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്ത് ആവിഷ്കരിച്ച പദ്ധതി എന്ന് ചോദിച്ചാൽ 10 മുതൽ 32 വയസ്സ് വരെ പ്രായമുള്ള പഠിക്കുന്ന ആൾക്കാർക്ക് ഹെൽപ്പ് അല്ലെങ്കിൽ അവർക്കൊരു സപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇൻസ്പയർ പ്രോഗ്രാം. അപ്പോൾ നമുക്ക് ചോദിക്കാം ഇൻസ്പയർ പദ്ധതിയുടെ ഫലം അല്ലെങ്കിൽ അതിന്റെ ഗുണം ലഭിക്കുന്ന ഏജ് ഗ്രൂപ്പ് ഏതെന്ന് ചോദിക്കാം. 10 മുതൽ 32 വയസ്സ് വരെയുള്ള പ്രായമുള്ള
പഠിക്കുന്ന ആൾക്കാർക്കാണ് ഇതിൻ്റെ ഗുണം ലഭിക്കുന്നത്. അപ്പോൾ ഇൻസ്പയർ പ്രോഗ്രാം എന്തുമായി ബന്ധപ്പെട്ടത് എന്ന് ചോദിക്കാം. എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടതാണ് ഇൻസ്പയർ പ്രോഗ്രാം. ഇൻസ്പയർ പ്രോഗ്രാം ഫോക്കസ് ചെയ്യുന്ന ഏജ് ഗ്രൂപ്പ് 10 മുതൽ 32 വരെ എന്ന് അറിഞ്ഞിരിക്കുക. ഇൻസ്പയർ പ്രോഗ്രാമിൻ്റെ കീഴിൽ അണ്ടറിൽ 3 പ്രോഗ്രാംസ് വരുന്നുണ്ട്. ആ പ്രോഗ്രാംസിൽ നിന്ന് അതിൻ്റെ പൂർണ്ണരൂപങ്ങൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇൻസ്പയർ പ്രോഗ്രാമിൻ്റെ കീഴിൽ വരുന്ന കുറച്ച് പദ്ധതികളാണ്. സീഡ്സ് പ്രോഗ്രാം ആണ് ആദ്യത്തെ പദ്ധതി, ഷീ പ്രോഗ്രാം ആണ് രണ്ടാമത്തെ പദ്ധതി, ഓർക്ക് പ്രോഗ്രാമാണ് മൂന്നാമത്തെ പദ്ധതി. അപ്പം നമ്മുടെ ഇൻസ്പയർ പ്രോഗ്രാമിൻ്റെ കീഴിൽ വരുന്ന സബ് ആയിട്ടുള്ള കുറച്ച് പദ്ധതികളാണ് സീഡ്സ്, ഷീയ്, ഓർക്ക്. നമുക്ക് ഇവിടെ 3ന്റെ അബ്രിവേഷൻസ് വേണം. ആദ്യത്തെ നമ്മുടെ പദ്ധതിയാണ് സീഡ്സ് എന്ന് പറയും, രണ്ടാമത്തേത് ഷീ ആണ്, മൂന്നാമത്തേത് ഓർക്ക് എന്ന് പറയും. നമ്മുടെ സീഡ്സ് എന്ന് പറയുന്ന പദ്ധതിയുടെ പൂർണ്ണരൂപം ചോദിച്ചാൽ സ്കീം ഓഫ് ഏർലി അട്രാക്ഷൻ ഓഫ് ടാലന്റ് എന്നാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് ഈ 3 അബ്രിവേഷൻസ് പഠിച്ചു വെച്ചുള്ള 3 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സീഡ്സ് പദ്ധതിയുടെ പൂർണ്ണരൂപം അല്ലെങ്കിൽ സീഡ്സിന്റെ പൂർണ്ണരൂപം ചോദിച്ചാൽ സ്കീം ഓഫ് ഏർലി അട്രാക്ഷൻ ഓഫ് ടാലന്റ് എന്നാണ്. സ്കീം ഓഫ് ഏർലി അട്രാക്ഷൻ ഓഫ് ടാലന്റ് എന്നാണ് സീഡ്സിന്റെ പൂർണ്ണരൂപം. അടുത്ത് നമ്മുടെ ഇൻസ്പയറിന്റെ താഴെ വരുന്ന അടുത്തൊരു പദ്ധതിയാണ് ഷീ എന്ന് പറയും. സ്കോളർഷിപ്പ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ എന്നാണ് പൂർണ്ണരൂപം. ഷീയുടെ പൂർണ്ണരൂപം സ്കോളർഷിപ്പ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ എന്നാണ്. സീഡ്സിന്റെ പൂർണ്ണരൂപം സ്കീം ഓഫ് ഏർലി അട്രാക്ഷൻ ഓഫ് ടാലന്റ് എന്നാണ്. ഷീയുടെ പൂർണ്ണരൂപം സ്കോളർഷിപ്പ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ എന്നാണ്. ഓർക്ക് എന്നൊരു പദ്ധതിയും നമ്മുടെ ഇൻസ്പയർ പ്രോഗ്രാമിന്റെ കീഴിൽ വരുന്നൊരു പദ്ധതിയാണ് ഓർക്ക്. ഓർക്കിന്റെ പൂർണ്ണരൂപം ചോദിച്ചാൽ എഷ്വേർഡ് ഓപ്പർച്യൂണിറ്റി ഫോർ റിസർച്ച് കരിയേഴ്സ് എന്നാണ്. എഷ്വേർഡ് ഓപ്പർച്യൂണിറ്റി ഫോർ റിസർച്ച് കരിയേഴ്സ് എന്നാണ്. അപ്പം ഇൻസ്പയർ പ്രോഗ്രാമിന്റെ കീഴിൽ വരുന്ന 3 പ്രോഗ്രാംസ് അല്ലെങ്കിൽ 3 പദ്ധതികളാണ് സീഡ്സ്, ഷീയ്, ഓർക്ക്. സീഡ്സിന്റെ പൂർണ്ണരൂപം ചോദിച്ചാൽ സ്കീം ഓഫ് ഏർലി അട്രാക്ഷൻ ഓഫ് ടാലന്റ് എന്നാണ്. ഷീയുടെ പൂർണ്ണരൂപം ചോദിച്ചാൽ സ്കോളർഷിപ്പ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ എന്നാണ്. ഓർക്കിന്റെ പൂർണ്ണരൂപം ചോദിച്ചാൽ എഷ്വേർഡ് ഓപ്പർച്യൂണിറ്റി ഫോർ റിസർച്ച് കരിയേഴ്സ് എന്നാണ്. ഇതിന്റെ 3ന്റെ പൂർണ്ണരൂപം ചോദിച്ചിട്ടുണ്ട്. നന്നായിട്ട് പഠിച്ചു വെച്ചോണം. അപ്പം നമ്മൾ പറഞ്ഞു ഇൻസ്പയർ പ്രോഗ്രാമിന്റെ കീഴിൽ വരുന്ന 3 സബ് പ്രോഗ്രാംസ് ആണ് സീഡ്സ്, ഷീയ്, ഓർക്ക്. ഇതിനും ഡിവിഷൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നന്നായിട്ട് പഠിച്ചു വെച്ചോളാം. ഇതിന്റെ ഡിവിഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമ്മുടെ ഇൻസ്പയർ പ്രോഗ്രാമിന്റെ കീഴിൽ വരുന്ന 3 പദ്ധതികളാണ് സീഡ്സ്, ഷീയ്, ഓർക്ക്. സീഡ്സിന്റെ പൂർണ്ണരൂപം നമ്മൾ പഠിച്ചു, ഷീയുടെ പൂർണ്ണരൂപം നമ്മൾ പഠിച്ചു, ഓർക്കിന്റെ പൂർണ്ണരൂപവും നമ്മൾ പഠിച്ചു. ഇതിനും ഡിവിഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് ഡിവിഷൻസ് എന്നറിഞ്ഞിരിക്കുക. സീഡ്സ് പ്രോഗ്രാമിന്റെ കീഴിൽ വരുന്ന 2 ഡിവിഷൻസ് ആണ് ഇൻസ്പയർ അവാർഡും ഇൻസ്പയർ ഇന്റേൺഷിപ്പും. മാറിപ്പോലെ സീഡ്സിന്റെ കീഴിൽ വരുന്ന ഡിവിഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഡിവിഷൻസ് ആണ്. 2ആയിട്ട് നമുക്ക് സീഡ്സ് പ്രോഗ്രാമിനെ ഡിവൈഡ് ചെയ്യാം. ഇൻസ്പയർ അവാർഡായിട്ടും ഡിവൈഡ് ചെയ്യാം, അതുപോലെ ഇൻസ്പയർ ഇന്റേൺഷിപ്പായിട്ടും ഡിവൈഡ് ചെയ്യാം. സീഡ്സിന്റെ ഡിവിഷൻസ് ആണ് അവാർഡും ഇന്റേൺഷിപ്പും. ഇൻസ്പയർ അവാർഡ് കിട്ടുന്നത് ഞാൻ പറഞ്ഞു ഈ പദ്ധതി 10 മുതൽ 32 വയസ്സ് വരെ പ്രായമുള്ള പഠിക്കുന്ന ആൾക്കാരെ ഫോക്കസ് ചെയ്യുന്ന പദ്ധതിയാണ്. അപ്പം സീഡ്സിന്റെ കീഴിൽ വരുന്നതാണ് ഇൻസ്പയർ അവാർഡും ഇൻസ്പയർ ഇന്റേൺഷിപ്പും. ഈ ഇൻസ്പയർ അവാർഡ് കിട്ടുന്നത് ഏത് ഏജ് ഗ്രൂപ്പിന് എന്നറിഞ്ഞിരിക്കുക. ഓരോ നമുക്ക് ഇവിടെ ഡിവിഷൻസ് ആയിട്ട് 5 ഡിവിഷൻസ് വരുന്നുണ്ട്. ഈ 5 ഡിവിഷൻസും ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്യുന്നതാണ്. നമ്മുടെ സീഡ്സ് പദ്ധതിയുടെ കീഴിൽ വരുന്നതാണ് ഇൻസ്പയർ അവാർഡ്. ഇൻസ്പയർ അവാർഡ് ഏത് ഏജ് ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ 10 മുതൽ 15 വയസ്സ് വരെ പ്രായമുള്ള പിള്ളേരെ ഫോക്കസ് ചെയ്യുന്നതാണ് ഇൻസ്പയർ അവാർഡ്. നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ സെലക്ട് ചെയ്ത് ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള പിള്ളേർക്ക് കുറച്ച് ക്യാഷ് അവാർഡ് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഇൻസ്പയർ അവാർഡ് എന്ന് പറയും. ഇവിടെ ഇൻസ്പയർഡ് അവാർഡിന്റെ തുക കൂടി പഠിച്ചു വെക്കുക. ഒരു തവണ ഇൻസ്പയർഡ് അവാർഡിന്റെ തുക ചോദിച്ചിട്ടുണ്ട്. ചില മെറ്റീരിയലിൽ 10,000 കിടപ്പുണ്ട്, എടുക്കണ്ട. ഇൻസ്പയർഡ് അവാർഡിന്റെ തുക ചോദിച്ചാൽ 5,000 റുപ്പീസ് ആണ്. 5,000 റുപ്പീസ് ആണ്. നമ്മുടെ സീഡ്സ് പ്രോഗ്രാമിന്റെ കീഴിൽ വരുന്ന ആദ്യത്തെ ഒരു ഡിവിഷനാണ് ഇൻസ്പയർ അവാർഡ്. ഇൻസ്പയർ അവാർഡ് കിട്ടുന്ന ഏജ് ഗ്രൂപ്പാണ് 10 മുതൽ 15 വയസ്സ് വരെ പ്രായമുള്ള പിള്ളേർക്ക്. അതിൻ്റെ തന്നെ മറ്റൊരു ഡിവിഷനാണ് ഇൻസ്പയർ ഇന്റേൺഷിപ്പ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഇൻസ്പയർ അവാർഡ് കിട്ടുന്ന ഏജ് ഗ്രൂപ്പ് 10 മുതൽ 15 വയസ്സ് വരെയുള്ള പിള്ളേർക്കാണ് 5,000 രൂപയാണ് ഇൻസ്പയർ അവാർഡായിട്ട് കിട്ടുന്നത്.
ഇൻസ്പയർ ഇന്റേൺഷിപ്പ് കിട്ടുന്നത് ഏജ് ഗ്രൂപ്പ് ചോദിച്ചാൽ 16 മുതൽ 17 വയസ്സ് വരെ എന്ന് എഴുതുക. എത്ര രൂപയാണ് ഇന്റേൺഷിപ്പായിട്ട് ഈ പ്രായത്തിലുള്ള പിള്ളേർക്ക് നൽകുന്നത് എന്ന് ചോദിച്ചാൽ 50,000 പെർ മന്ത് ആണ്. 50K പെർ 50,000 പെർ മന്ത് അല്ല, 50,000 പെർ ഇയർ ആണ്. അപ്പൊ നമ്മുടെ സീറ്റ്സിന്റെ കീഴിൽ വരുന്ന 2 ഡിവിഷൻസ് ആണ് ഇൻസ്പയർ അവാർഡും ഇൻസ്പയർ ഇന്റേൺഷിപ്പും. അവാർഡ് നൽകുന്നത് ഏത് പ്രായമെന്ന് ചോദിച്ചാൽ 10 മുതൽ 15 വയസ്സ് വരെ. കൊടുക്കുന്ന എമൗണ്ട് 5,000 രൂപ. ഇൻസ്പയർ ഇന്റേൺഷിപ്പ് കൊടുക്കുന്ന പ്രായം 16 മുതൽ 17 വരെ. കൊടുക്കുന്നത് 50,000 പെർ ഇയർ. ഷീ പ്രോഗ്രാമിന്റെ താഴെ വരുന്നതാണ് ഷീ എന്ന് വെച്ചാൽ സ്കോളർഷിപ്പ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ എന്നാണ്. ആ പ്രോഗ്രാമിന്റെ കീഴിൽ വരുന്നതാണ് ഇൻസ്പയർ സ്കോളർഷിപ്പ്. ഇൻസ്പയർ സ്കോളർഷിപ്പ് പഠിക്കാൻ വേണ്ടിയിട്ട് നൽകുന്ന ഒരു സ്കോളർഷിപ്പാണ്. ഏത് ഏജ് എന്ന് ചോദിച്ചാൽ 17 മുതൽ 22 വയസ്സ് വരെയുള്ള പിള്ളേർക്കാണ് ഇത് കൊടുക്കുന്നത്. ഇൻസ്പയർ സ്കോളർഷിപ്പ് കിട്ടുന്ന ഏജ് ആണ് 17 മുതൽ 22 വയസ്സ് വരെ. എത്ര രൂപയാണ് ഇൻസ്പയർഡ് സ്കോളർഷിപ്പായിട്ട് കൊടുക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ 80,000 പെർ ഇയർ എന്ന് എഴുതണം. അപ്പം മാറിപ്പോലെ ഈ എമൗണ്ടുകൾ ക്ലാഷ് ആവരുത്. നമ്മുടെ ഇൻസ്പയർ അവാർഡ് കൊടുക്കുന്നത് 10 മുതൽ 15 വയസ്സ് വരെയുള്ള പിള്ളേർക്ക് 5,000 രൂപയാണ് ഇൻസ്പയർ അവാർഡായിട്ട് നൽകുന്നത്. ഇൻസ്പയർ ഇന്റേൺഷിപ്പ് കൊടുക്കുന്നത് 16 മുതൽ 17 വയസ്സുള്ള പിള്ളേർക്കാണ് കൊടുക്കുന്നത് 50,000 പെർ ഇയർ. വർഷത്തില് 50,000 എന്ന കണക്കിനാണ് ഇൻസ്പയർ ഇന്റേൺഷിപ്പ് കൊടുക്കുന്നത്. ഇൻസ്പയർ സ്കോളർഷിപ്പ് കൊടുക്കുന്ന പ്രായപരിധി ചോദിച്ചാൽ 17 മുതൽ 22 വയസ്സ് വരെയാണ്. എത്ര രൂപയാണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ 80,000 പെർ ഇയർ എന്ന് എഴുതുക. ഓർക്കിഡ് പ്രോഗ്രാമിന്റെ കീഴിൽ വരുന്നതാണ് ഇൻസ്പയർ ഫെലോഷിപ്പ്. ഇൻസ്പയർ ഫെലോഷിപ്പിന്റെ ഓർക്കിഡ് പ്രോഗ്രാമിന്റെ കീഴിൽ വരുന്ന 2 ഡിവിഷൻസ് ആണ് ഇൻസ്പയർ ഫെലോഷിപ്പും അതുപോലെ ഇൻസ്പയർ ഫാക്കൽറ്റി അവാർഡും. ഇൻസ്പയർ ഫെലോഷിപ്പ് കിട്ടുന്ന ഏജ് പരിധി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 22 മുതൽ 27 വയസ്സ് വരെ പ്രായമുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്കാണ് ഈ ഫെലോഷിപ്പ് കൊടുക്കുന്നത്. ഇപ്പം 65% മാർക്കൊക്കെ സ്കോർ ചെയ്യുന്നവർക്ക് ഒരു ഓഫറാണ് ഈ പറഞ്ഞ ഇൻസ്പയർ ഫെലോഷിപ്പ് എന്ന് പറയും. ഇത് UGCയുമായി കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മുടെ ഓർക്ക് പ്രോഗ്രാമിന്റെ കീഴിൽ വരുന്ന ഇൻസ്പയർ ഫെലോഷിപ്പ് ഏത് ഏജ് ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ 22 മുതൽ 27 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പുകാരെ ഫോക്കസ് ചെയ്യുന്ന ഒരു ഫെലോഷിപ്പ് പ്രോഗ്രാമാണ് ഇൻസ്പയർ ഫെലോഷിപ്പ് എന്ന് പറയും. നമുക്ക് ഓർക്കിഡ് പ്രോഗ്രാമിന്റെ കീഴിൽ വരുന്ന അടുത്തൊരു ഡിവിഷനാണ് ഇൻസ്പയർ ഫാക്കൽറ്റി അവാർഡ് എന്ന് പറയും. സാധാരണ ഇത് ഏത് ഏജ് ഗ്രൂപ്പ് എന്ന് ചോദിച്ചാൽ 27 മുതൽ 32 വയസ്സ് വരെ പ്രായമുള്ള റിസർച്ച് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ PhD ഹോൾഡേഴ്സിന് ജോബ് നൽകുന്ന ഒരു പ്രോഗ്രാമാണ് ഈ പറയുന്ന ഇൻസ്പയർ ഫാക്കൽറ്റി അവാർഡ്. ഇൻസ്പയർ ഫാക്കൽറ്റി അവാർഡ് കിട്ടുന്ന പ്രായപരിധി ചോദിച്ചാൽ 27 മുതൽ 32 വയസ്സ് വരെ എന്നറിഞ്ഞിരിക്കുക. 27-നും 32 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള റിസർച്ച് സ്കോളേഴ്സ് അല്ലെങ്കിൽ PhD കഴിഞ്ഞ ആൾക്കാർക്ക് PhD കഴിഞ്ഞ ആൾക്കാർക്ക് ജോബ് ഷുവർട്ടി നൽകുന്ന ഒരു പ്രോഗ്രാമാണ് ഇൻസ്പയർ ഫാക്കൽറ്റി അവാർഡ്. ഇത് PG ലെവൽ നൽകുന്നതാണ്. ഇത് PhD സ്കോളേഴ്സിന് നൽകുന്നതാണ്. ഇത് നന്നായിട്ട് പഠിച്ചു വെച്ചോളാം. അപ്പോൾ നമ്മുടെ ഇൻസ്പയർ പ്രോഗ്രാം എന്ന് പറയുന്ന പ്രോഗ്രാം ഏതൊക്കെ ഏജ് ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ 10 മുതൽ 32 വയസ്സ് വരെ പ്രായമുള്ള ആൾക്കാരെ ഫോക്കസ് ചെയ്യുന്നതാണ് നമ്മുടെ ഇൻസ്പയർ പ്രോഗ്രാം എന്ന് പറയും. ഇൻസ്പയർ പ്രോഗ്രാമിന്റെ കീഴിൽ വരുന്ന 3 പദ്ധതികളാണ് സീഡ്സ്, ഷീ, ഓർക്ക്. സീഡ്സിന്റെ പൂർണ്ണരൂപം സ്കീം ഓഫ് എയർലി അട്രാക്ഷൻ ഓഫ് ടാലന്റ് എന്നാണ്. ഷീയുടെ പൂർണ്ണരൂപം സ്കോളർഷിപ്പ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ എന്നാണ്. ഓർക്കിന്റെ പൂർണ്ണരൂപം എഷ്വേർഡ് ഓപ്പർച്യൂണിറ്റി ഫോർ റിസർച്ച് കരിയേഴ്സ് എന്നാണ്. സീഡ്സും ഷീയും ഓർക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് പഠിച്ചു വെക്കുക പൂർണ്ണരൂപങ്ങൾ. നമ്മുടെ ഇൻസ്പയർ പ്രോഗ്രാമിന്റെ കീഴിൽ വരുന്നതാണ് സീഡ്സും ഷീയും ഓർക്കും. സീറ്റ്സിനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇൻസ്പയർ അവാർഡ് എന്നൊരു കാറ്റഗറി ഉണ്ട്, അതുപോലെ ഇൻസ്പയർ ഇന്റേൺഷിപ്പ് എന്നൊരു കാറ്റഗറിയും ഉണ്ട്. ഷീ പ്രോഗ്രാമിന്റെ കീഴിൽ വരുന്നതാണ് ഇൻസ്പയർ സ്കോളർഷിപ്പ്. അതുപോലെ ഓർക്ക് പ്രോഗ്രാമിന്റെ കീഴിൽ വരുന്ന 2 ഡിവിഷൻസ് ആണ് ഇൻസ്പയർ ഫെലോഷിപ്പും ഇൻസ്പയർ ഫാക്കൽറ്റി അവാർഡും. ഇതിൽ നമുക്ക് 5ന്റെ ഏജ് ഗ്രൂപ്പ് എടുത്തു പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു, നമ്മൾ പഠിച്ചതാണ്. ഇൻസ്പയർ അവാർഡ് നൽകുന്നത് 10 മുതൽ 15 വയസ്സുള്ള പിള്ളേർക്കാണ്. 5,000 രൂപയാണ് ഇൻസ്പയർ അവാർഡ് തുക. ഇൻസ്പയർ ഇന്റേൺഷിപ്പ് കൊടുക്കുന്നത് 16 മുതൽ 17 വയസ്സുള്ള കുട്ടികൾക്കാണ്. കൊടുക്കുന്ന എമൗണ്ട് 50,000 പെർ ഇയർ ആണ്. ഷീ പ്രോഗ്രാമിന്റെ കീഴിൽ വരുന്നതാണ് ഇൻസ്പയർ സ്കോളർഷിപ്പ്. ഇൻസ്പയർ സ്കോളർഷിപ്പ് ഏത് ഏജ് മുതൽ ഏത് ഏജ് വരെ എന്ന് ചോദിച്ചാൽ
17 വയസ്സ് മുതൽ 22 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പാണ് ഇൻസ്പയർ സ്കോളർഷിപ്പ്. കൊടുക്കുന്ന എമൗണ്ട് 80,000 പെർ ഇയർ എന്നറിഞ്ഞിരിക്കുക. അതുപോലെ ഓർക്ക് പ്രോഗ്രാമിന്റെ 2 ഡിവിഷൻസ് ആണ് ഇൻസ്പയർ ഫെലോഷിപ്പും ഇൻസ്പയർ ഫാക്കൽറ്റി അവാർഡും. ഈ ഫെലോഷിപ്പ് കിട്ടുന്ന ഏജ് ഗ്രൂപ്പ് 22 മുതൽ 27 വരെ PG സ്റ്റുഡൻസിന് നൽകുന്ന ഒരു ഫെലോഷിപ്പാണ് ഇൻസ്പയർ ഫെലോഷിപ്പ് എന്ന് പറയും. നമ്മൾ 65% മാർക്ക് സ്കോർ ചെയ്താൽ ഈ ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ ഓർക്ക് പ്രോഗ്രാമിന്റെ കീഴെ തന്നെ വരുന്ന ഒരു സംഭവമാണ് ഇൻസ്പയർ ഫാക്കൽറ്റി അവാർഡ്. ഈ ഫാക്കൽറ്റി അവാർഡ് നൽകുന്ന ഏജ് ഗ്രൂപ്പ് 27 മുതൽ 32 വരെ. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ PhD കഴിഞ്ഞ സ്കോളേഴ്സ് അല്ലെങ്കിൽ PhD സ്കോളേഴ്സിന് ജോബ് ഉറപ്പ് നൽകുന്ന ഒരു പദ്ധതിയാണ് ഇൻസ്പയർ ഫാക്കൽറ്റി അവാർഡ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഇൻസ്പയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി എന്നറിഞ്ഞിരിക്കുക. ഏത് ഏജ് ഗ്രൂപ്പ് എന്ന് ചോദിച്ചാൽ 10 മുതൽ 32 വയസ്സ് വരെ പ്രായമുള്ള വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് നൽകുന്ന ധനസഹായം അല്ലെങ്കിൽ അവർക്ക് നൽകുന്ന സപ്പോർട്ടാണ് ഈ പറയുന്ന ഇൻസ്പയർ പ്രോഗ്രാം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും നന്ദി.